ഇറ്റ്സ് ഷോ ടൈം. വെൽക്കം ടു നെക്സോവരീന. ഇന്ന് നെക്സോവരീനയിൽ ബെറ്റർ കോൾ സോളിൻ്റെ സീസൺ 1 എപ്പിസോഡ് 3 ആയ നാച്ചോയെ പറ്റിയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ജിമ്മിക്ക് നാച്ചോ കെറ്റിൽമാൻ കുടുംബത്തെ വകവരുത്തും, അല്ലെങ്കിൽ അവരുടെ പണം തട്ടാൻ വേണ്ടി അവരെ ഉപദ്രവിക്കുമെന്ന ചിന്ത കൂടി വരുന്നു. അങ്ങനെ തൻ്റെ HHMൽ വർക്ക് ചെയ്യുന്ന ബെസ്റ്റിയായിട്ടുള്ള കിമ്മിനെ അയാൾ രാത്രി വിളിക്കുകയും ഇതിൻ്റെ ഒരു സൂചന അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു. പിന്നീട് കെറ്റിൽമാൻ കുടുംബത്തെ ഇതെങ്ങനെയെങ്കിലും അറിയിക്കണം എന്ന ഒരു ചിന്തയിൽ കോമൺ ഫോൺ ബൂത്തിൽ പോയിട്ട് വേറെ ഒരാളുടെ ശബ്ദം ഉപയോഗിച്ച് ജിമ്മി ഈ കാര്യം കെറ്റിൽമാൻ കുടുംബത്തോട് സംസാരിക്കുന്നു. ഈ സമയം നാച്ചോ കെറ്റിൽമാൻ്റെ കുടുംബത്തിൻ്റെ പുറത്ത് അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം കെറ്റിൽമാനെ കാണാതാകുന്നു. ഇതറിഞ്ഞ ജിമ്മി അങ്ങോട്ടേക്ക് തിരിക്കുകയും ജിമ്മി ഇത് നാച്ചോ ആണ് ചെയ്തതെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിനുശേഷം നാച്ചോ തന്ന നമ്പറിലേക്ക് അദ്ദേഹം ഫോൺ കോൾ ചെയ്യുകയും പിന്നീട് ജിമ്മി FBI പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നു നാച്ചോ ഓൾറെഡി FBI കസ്റ്റഡിയിലാണ്. പക്ഷേ നാച്ചോ ജിമ്മിയോട് സംസാരിക്കുമ്പോൾ ജിമ്മി മനസ്സിലാക്കുന്നു നാച്ചോ അല്ല ഇത് ചെയ്തത്. കാരണം നാച്ചോ പറയുന്നു താൻ അതിനുവേണ്ടി ശ്രമിക്കുകയായിരുന്നു, പക്ഷേ ഇന്നലെ അവസാനം പുള്ളി അവിടെ നിന്ന് പോകുമ്പോൾ സെറ്റിൽമാൻ കുടുംബം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് സംഭവിച്ചത്. തൻ്റെ വാനിലെ രക്തക്കറ അവരുടേതല്ല. തന്നെ ഇവിടെ നിന്ന് ജിമ്മി ഇറക്കിയില്ലെങ്കിൽ ജിമ്മിയെ തൻ്റെ പങ്കാളികൾ വകവരുത്തുമെന്ന ഭീഷണിയും നാച്ചോ ജിമ്മിക്ക് നൽകുന്നു. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി ജിമ്മി FBI ഉദ്യോഗസ്ഥരോട് തർക്കിക്കുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു വാനിലെ. പക്ഷേ അതൊക്കെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെ ജിമ്മിയും കിമ്മും FBI ഉദ്യോഗസ്ഥരും കെറ്റിൽമാൻ കുടുംബത്തിൻ്റെ വീട് സന്ദർശിക്കുന്നു. അവിടെ നിന്നും കെറ്റിൽമാൻ കുടുംബത്തിലെ ഇളയ കുട്ടിയുടെ കയ്യിൽ എപ്പോഴും ഒരു പാവയുണ്ട്. ആ പാവയും കുട്ടിയോടൊപ്പം മിസ്സിംഗ് ആണ്. ഒരിക്കലും തട്ടിക്കൊണ്ടു പോകുമ്പോൾ പാവ എടുക്കാനുള്ള സമയമൊന്നും കിട്ടുകയില്ല. ഇത് കെറ്റിൽമാൻ കുടുംബത്തിൻ്റെ ഒരു കളിയാണ്. അവർ ഒളിച്ച് താമസിക്കുക എന്നുള്ള ഒരു നിഗമനം ജിമ്മി എത്തുന്നു. പക്ഷേ ഇതൊരു മണ്ടത്തരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് FBI ഉദ്യോഗസ്ഥരും കിമ്മും കാണുന്നത്. പിന്നീട് ജിമ്മിയും മൈക്ക് എന്ന് പറയുന്നത് മറ്റേ കോടതിയുടെ പാർക്കിങ്ങിൽ വെച്ച് എപ്പോഴും ജിമ്മിയായിട്ട് തല്ലുകൂടുന്ന ആ കഥാപാത്രം, അതായത് ബ്രേക്കിംഗ് ബാഡിലെ ഏറ്റവും കിടിലൻ കഥാപാത്രം, അവിടെ വെച്ചൊരു ഉന്തും തള്ളും ഉണ്ടാവുകയും അവർ ഈ സെയിം പോലീസ് സ്റ്റേഷനിൽ പ്രശ്നപരിഹാരത്തിന് പോവുകയും അവിടെ വെച്ച് ജിമ്മിയുടെ വാദം മൈക്ക് കേൾക്കുകയും ജിമ്മി പറയുന്നത് ശരിയാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും മൈക്ക് ജിമ്മിക്കെതിരെ കേസെടുക്കാതെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജിമ്മി മൈക്കിനോട് ചോദിക്കുന്നത് എന്താണ് എന്നെ വിശ്വസിക്കാൻ കാരണമെന്ന്. അതായത് മൈക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അയാൾക്ക് ഇങ്ങനെ ഒരു സിമിലർ കേസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ജിമ്മിക്ക് ഒരു പ്രധാന ഒരു ക്ലൂ നൽകുന്നു. ഒരിക്കലും ഇങ്ങനെയുള്ളവർ നമ്മളെ വിശ്വസിപ്പിക്കുന്നത് ഇവർ നാട് കടത്തുന്നതാണ്, പക്ഷേ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സുരക്ഷിതമായ ഇടങ്ങളിലായിരിക്കും ഇവർ താമസിക്കുക എന്നുള്ള നിർണായക വിവരം മൈക്ക് ജിമ്മിക്ക് നൽകുന്നു. അങ്ങനെ മൈക്കിൻ്റെ വാക്കിനെ തുടർന്ന് ജിമ്മി കെറ്റിൽമാൻ കുടുംബത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വനമേഖലയിൽ ഇവരെ അന്വേഷിച്ച് പോവുകയും ഫൈനലി ഒരു ടെൻറ്റിൽ നിന്ന് കെറ്റിൽമാൻ കുടുംബത്തെ ലഭിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ചുണ്ടാകുന്ന ഒരു ഉന്തിലും തള്ളിലും കെറ്റിൽമാൻ കുടുംബം ട്രഷറിയിൽ നിന്ന് അപഹരിച്ച തുക ഒരു ബാഗിൽ നിന്ന് കീറി താഴേക്ക് വീഴുന്നു. ഇവിടെയാണ് എപ്പിസോഡ് 3 അവസാനം.